Hi students, I am Bhagalakshmi, Director ECA Plus Commerce Academy Pattambi. Today I am going to discuss the topic Payment of Gratuity Act 1972. നമ്മൾ ഏതൊരു ആക്ട് പഠിക്കുന്നതിന് മുമ്പും വ്യക്തമായിട്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്, എന്നാണത് കൊണ്ടുവന്നത്, അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദ ടേം ഗ്രാറ്റുവിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഗ്രാറ്റ്യൂറ്റസ്. അപ്പോൾ ഗ്രാറ്റ്യൂറ്റസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഗ്രാറ്റുവിറ്റി എന്ന ഒരു കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഗ്രാറ്റ്യൂറ്റസ് മീൻസ് നമ്മൾ സ്വമേധയാൽ ചെയ്യണത്, വിത്തൗട്ട് എനി കൺസിഡറേഷൻ എന്നുള്ളൊരു മീനിങ് ആണുള്ളത്. സോ ദ ടേം ഗ്രാറ്റുവിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഗ്രാറ്റ്യൂറ്റസ്. Gratuity is the payment made by the employer to the employee at the time of termination of his service, either by retirement, on superannuation, or on resignation, or on termination of the service. ഇപ്പോൾ ഗ്രാറ്റുവിറ്റി എപ്പോഴാണ് എംപ്ലോയിക്ക് കൊടുക്കേണ്ടത്? എംപ്ലോയർ സ്വമേധയാൽ കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി സൂചകമായിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കൊടുക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ്, അയാൾ ആ സ്ഥാപനം ലീവ് ചെയ്ത് പോകുമ്പോൾ, അത് പല കാരണങ്ങൾ കൊണ്ടാവാം. റിട്ടയർ ചെയ്തിട്ടാവാം, അതല്ലെങ്കിൽ റെസിഗ്നേഷൻ ആവാം, അല്ലെങ്കിൽ ടെർമിനേഷൻ ഓഫ് സർവീസ് ബൈ വാട്ട് റീസൺ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് എംപ്ലോയിക്ക് കൊടുക്കേണ്ട ഒരു ലംസം പേയ്മെൻ്റാണ് ആക്ച്വലി ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റ്? ആൻ ആക്ട് to provide for a scheme for the payment of gratuity to employees engaged in factories, mines, oil field, plantations, ports, railway companies, shops or other establishment, and for matters connected therewith or incidental thereto. അതായത് ഈ പറയുന്ന ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ആണ് അവിടെ. അപ്പോൾ ആ ഗ്രാറ്റുവിറ്റി സ്കീം അപ്ലിക്കബിൾ ആവേണ്ട പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ഈ ആക്ടിൽ പറയുന്നുണ്ട്. അവർ അപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഓക്കെ ഗ്രാറ്റുവിറ്റി എന്ന് പറയണത്. ഈ ആക്ട് നിലവിൽ വന്നത് കെയിം ഇൻ ടു ഫോഴ്സ് 16th September 1972 ഓക്കെ. ദെൻ ഈ ഒരു ആക്ടിലും പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 എന്ന് പറഞ്ഞ ഈ ആക്ടിലും ഡെഫിനീഷൻ, ചില ഇമ്പോർട്ടൻറ്റ് ടേംസിൻ്റെ ഡെഫിനീഷൻ സാധാരണ പല ആക്ടിലും പോലെ തന്നെ സെക്ഷൻ 2 തന്നെയാണ് ഇതിലും ആ ഇമ്പോർട്ടൻറ്റ് ടേംസിൻ്റെ ഡെഫിനീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ഡെഫിനീഷൻ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് നല്ല രീതിയിൽ അത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ജസ്റ്റ് ഞാനൊന്ന് ഹിൻഡ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ വരുന്ന ഡെഫിനിഷൻസ് ആണ്. അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് സെക്ഷൻ 2 സബ്സെഷൻ എ, എംപ്ലോയി സെക്ഷൻ 2 സബ്സെഷൻ ഇ, എംപ്ലോയർ സെക്ഷൻ 2 സബ്സെഷൻ എഫ്, ഫാമിലി സെക്ഷൻ 2 സബ്സെഷൻ എച്ച്, റിട്ടയർമെൻറ്റ് സെക്ഷൻ 2 സബ്സെഷൻ ക്യൂ, superannuation section 2 subsection R, wages section 2 subsection S, continuous service section 2A. continuous സർവീസിനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ ഇത്രയും ഡെഫിനിഷൻസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്ലിക്കബിലിറ്റി ഓഫ് ദി ആക്ട്. ഈ ആക്ട് എവിടെയൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? അതിൻ്റെ അപ്ലിക്കബിലിറ്റി എങ്ങനെയാണ്? അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഫാക്ടേഴ്സാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്. ഫസ്റ്റ് വൺ, എംപ്ലോയ്ഡ് ഇൻ ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടു വിച്ച് ദ ആക്ട് അപ്ലൈസ് എവറി ഫാക്ടറി, മൈൻ, ഓയിൽ ഫീൽഡ്, പ്ലാന്റേഷൻ, പോർട്ട് ആൻഡ് റെയിൽവേ കമ്പനി, shop and establishment covered under Shops and Establishment Act were more than 10 or more persons immediately preceding to 12 months.
അതുപോലെ ഹി ഷുഡ് ബി ആൻ എംപ്ലോയി ദാറ്റ് ഈസ് സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ്, മാനുവൽ എക്സെട്ര. അതായത് ഈ ഒരു ആക്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് റെയിൽവേ കമ്പനി, പോർട്ട്, അങ്ങനെ പറഞ്ഞ മൈൻസ്, അതുകൂടാതെ ഷോപ്പ് അതുപോലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിലൊക്കെ അതിൽ പറയുന്ന മാതിരി 10 or more persons, 10 അതിലധികമോ പേഴ്സൺസ് അവിടെ വർക്ക് ചെയ്യുകയാണ്. അതായത് തൊട്ട് മുന്നത്തെ 12 months, ആ പ്രിസീഡിങ് 12 monthsൽ ഏതെങ്കിലും ഒരു ദിവസം 10 അതിലധികമോ വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈസ് ലയബിൾ ടു അപ്ലിക്കബിൾ ദിസ് ആക്ട്. ഓക്കെ, സോ അത്തരം ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ തന്നെ ഗ്രാറ്റുവിറ്റി അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അവരുടെ വർക്കേഴ്സിന് വേണ്ടിയിട്ട്. ഇനി അതിന് പ്രത്യേകിച്ചിട്ട് വേജിന് ലിമിറ്റൊന്നും പറയുന്നില്ല. വേജസിനൊരു എത്ര ആണ് വേജ് എമൗണ്ട് പേയബിൾ എന്നുണ്ടെങ്കിലും അവർ ഗ്രാറ്റുവിറ്റിക്ക് എലിജിബിളാണ്. ഒരു സീലിംഗ് ലിമിറ്റ് ഇതിന് പറയുന്നില്ല, വേജസിൻ്റെ കേസിൽ പറയുന്നില്ല. അപ്പോൾ എത്ര വേജസ് കൂടുതൽ കിട്ടുന്ന ആളാണെങ്കിലും കുറവ് കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിലും ഗ്രാറ്റുവിറ്റിക്ക് എലിജിബിളാണ്. ഓക്കെ, ദെൻ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. എപ്പോഴാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഗ്രാറ്റുവിറ്റി ആക്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനാണ് ഗ്രാറ്റുവിറ്റി എലിജിബിൾ ആവും. നമ്മൾ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ പറഞ്ഞു. എപ്പോഴാണ് അവർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് 5 years അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ കണ്ടിന്യൂസ് 5 years എന്ന് പറയുന്ന ഈ കണ്ടീഷൻ ഡെത്തോ അല്ലെങ്കിൽ പെർമനൻറ്റ് ഡിസേബിൾമെൻറ്റോ സംഭവിച്ചിട്ടാണെങ്കിൽ അത് ബാധകമല്ല. അല്ലാത്ത കേസിൽ കണ്ടിന്യൂസ് 5 years സർവീസ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ, ഗ്രാറ്റുവിറ്റി എംപ്ലോയർക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഒരു കണ്ടീഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഗ്രാറ്റുവിറ്റി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അവിടെ ഒരു വർക്കർ 5 years കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ട് സ്ഥാപനം ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കണം, ഗ്രാറ്റുവിറ്റി കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു കണ്ടിന്യൂസ് 5 years എന്ന് പറയുന്ന കണ്ടീഷൻ ഡെത്തോ ഡിസേബിൾ ആവുക, അതായത് ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ സംഭവിച്ച് ടോട്ടൽ ഡിസേബിലിറ്റി വന്നു കഴിഞ്ഞ ഒരു എംപ്ലോയിക്കോ ഈ ഒരു കണ്ടിന്യൂസ് 5 years എന്ന് പറയുന്ന കണ്ടീഷൻ ബാധകമല്ല. അതുപോലെ തന്നെ നമ്മൾ ഗ്രാറ്റുവിറ്റി എമൗണ്ട് കൊടുക്കാം, നമ്മൾ എത്ര രൂപ കൊടുക്കണം എന്ന ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 30 daysൻ്റെ അകത്ത് അത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. 30 daysൻ്റെ അകത്ത് കൊടുക്കാൻ എംപ്ലോയർക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റോട് കൂടി 10% ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മാക്സിമം 1972 ആക്ട് പ്രകാരം മാക്സിമം എമൗണ്ട് പേയബിൾ എന്ന് പറയുന്നത് 20 lakhs ആണ്. ഓക്കെ, ആ ഒരു സീലിംഗ് ലിമിറ്റ് നമ്മൾ ഓർത്ത് വയ്ക്കണം. മാക്സിമം എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി പേയബിൾ ടു ആൻ എംപ്ലോയി ഷാൾ നോട്ട് എക്സീഡ് ₹20 lakhs. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കണ്ടിന്യൂസ് സർവീസ് നമ്മൾ ഇത് പറയുമ്പോൾ സെക്ഷൻ 2A വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ആ കണ്ടിന്യൂസ് സർവീസ് നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുക. അതിപ്പോൾ നമ്മളൊരു ഇയറിലെ വർക്കിംഗ് ഡേയ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു വീക്കിൽ 6 days വർക്കിംഗ് ഡേയ്സ് ഉള്ള ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ 240 days ആൻ ഇയർ, ഒരു ഇയറിൽ 240 ദിവസം അതിൽ പ്രസൻ്റ് ആയിരിക്കണം. അത് 6 months ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കണ്ടിന്യൂസ് സർവീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ 120 days ആളവിടെ ആ വർക്കർ അവിടെ പ്രസൻ്റ് ആയിരിക്കണം. എന്നാൽ 6 days കുറവ്, അതായത് 5 വർക്കിംഗ് ഡേയ്സ് ഒരു വീക്കിൽ 5 വർക്കിംഗ് ഡേയ്സ് ഉള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 6 വർക്കിംഗ് ഡേയ്സിൽ കുറവുള്ള സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ഒരു ഇയറിൽ നമ്മൾ കണ്ടിന്യൂസ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 190 days എങ്കിലും ആൾ പ്രസൻ്റ് ആയിട്ടുണ്ടായിരിക്കണം. 6 months കൺസിഡർ ചെയ്യുമ്പോൾ 95 days എങ്കിലും ആളവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവിടെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടാവുക. ഓക്കെ, ഈ കണ്ടിന്യൂസ് സർവീസ് നമ്മൾ ഈ ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ആളോട് പ്രസൻ്റ് അല്ല, അവിടെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും ആ ഡേയ്സും കൂടി നമ്മൾ ഈ 240 അല്ലെങ്കിൽ 190 എന്ന് പറയുന്ന കാൽക്കുലേഷനിൽ കൺസിഡർ ചെയ്യും. അതായത് നമ്മൾ ലീവ് വിത്ത് ഫുൾ വേജസ്, അതുപോലെ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ലീവ് വരിക, ലേ ഓഫ്, അതായത് എംപ്ലോയേഴ്സിൻ്റെ ഇന്നബിലിറ്റി കാരണം അവിടെ വർക്കിന് ഇൻട്രപ്ഷൻസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേ ഓഫ്. അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആ 240 എന്ന് പറയുന്ന ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഡേയ്സും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ആ കണ്ടിന്യൂസ് സർവീസ് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ കണ്ടിന്യൂസ് സർവീസ് 5 years ഉണ്ടെങ്കിൽ അവർ ആ സ്ഥാപനം ലീവ് ചെയ്ത് പോകുന്ന സമയത്ത് ലംസം എമൗണ്ട് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ആക്റ്റിൽ പറയണത്. ഓക്കെ, ദെൻ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി പേബിൾ. എത്ര എമൗണ്ടാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കേണ്ടത്, ആ എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതും വ്യക്തമായിട്ട് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പറയുന്നുണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഗ്രാറ്റുവിറ്റി എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ലാസ്റ്റ് ഡ്രോൺ മന്ത്ലി സാലറി ഇൻറ്റു 15 divided by 26 into completed year of service and part service in excess of 6 months. അതായത് ലാസ്റ്റ് ഡ്രോൺ സാലറി നമ്മൾ എടുക്കുക ബേസിക് സാലറി പ്ലസ് DA, അതിനെ നമ്മൾ 15/26 ആയിട്ട് ഇൻറ്റു ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 days സാലറിയാണ് നമ്മൾ ഒരു വർഷത്തിൽ 15 days സാലറി, അതിനെ നമ്മൾ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഈ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ 24 years and 8 months വർക്ക് ചെയ്തിട്ടാണ് റിട്ടയർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 24 years and 8 months, അപ്പോൾ 8 months എന്ന് പറയുമ്പോൾ 6 monthsനേക്കാൾ കൂടുതലാണ്, അത് നമ്മളിപ്പോൾ 1 year ആയിട്ട് എടുക്കും. സോ 25 years ആണ് നമ്മൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആയിട്ട് എടുക്കുക. ക്ലിയർ? അപ്പോൾ നമ്മൾ ഗ്രാറ്റുവിറ്റി എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആൻഡ് പാർട്ട് സർവീസ് ഇൻ എക്സസ് ഓഫ് 6 months. ഈ ഒരു ഇക്വേഷനിലൂടെയാണ് നമ്മൾ ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് വർക്കൗട്ട് ചെയ്യുക. ആ ലാസ്റ്റ് ഡ്രോൺ സാലറിയിൽ നമ്മൾ ബേസിക് സാലറിയും ഡിയർനെസ് അലവൻസ്, DA മീൻസ് ഡിയർനെസ് അലവൻസ്, ഈ 2 കാര്യങ്ങളുമാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നതിൻ്റെ മാക്സിമം ലിമിറ്റ് 20 lakhs. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൽ കൂടുതൽ എമൗണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എംപ്ലോയർ എത്ര കൊടുത്താൽ മതി, 20 lakhs കൊടുത്താൽ മതി. ഓക്കെ, ദെൻ പെനാൽറ്റീസ് എല്ലാ ആക്റ്റിലുള്ള പോലെ തന്നെയാണ്. ഈ അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എംപ്ലോയർ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആക്ടിലെ കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിലെ വല്ല പ്രൊവിഷൻ നമ്മൾ ഡിഫോൾട്ടൊക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനും ഇംപ്രസൺമെൻറ്റ് വരെ കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള ഒഫൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പെനാൽറ്റീസിൽ ഇപ്പോൾ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ടു അവോയ്ഡ് പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 6 months ഇംപ്രസൺമെൻറ്റും അല്ലെങ്കിൽ 10,000 രൂപ ഫൈനും, അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് കിട്ടാവുന്ന ഒരു ഒഫൻസാണ്. അതുപോലെ തന്നെ ഡിഫോൾട്ട് ഇൻ കംപ്ലൈങ് വിത്ത് ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അത് അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 months to 1 year വരെ ഇംപ്രസൺമെൻറ്റും 20,000 ഫൈനും, അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് ചാർജ് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ നോൺ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആണെന്നുണ്ടെങ്കിൽ 6 months to 2 years ഇംപ്രസൺമെൻറ്റ് കിട്ടാവുന്ന ഒരു ശിക്ഷയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിലുള്ള ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് ഗ്രാറ്റുവിറ്റി ആക്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഗ്രാറ്റുവിറ്റി ആക്ടിൽ പറയുന്ന പ്രൊവിഷൻ അതേപോലെ അനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റിക്ക് വിധേയമായിരിക്കും. അതൊരു ക്രിമിനൽ റോങ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനും ഒപ്പം ഇംപ്രസൺമെൻറ്റ് വരെ കിട്ടാവുന്ന ഒരു ഒഫൻസായിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. ഓക്കെ, ദെൻ ഒരു 2-3 പോയിൻറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്,
പ്രൊട്ടക്ഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി സെക്ഷൻ 13 ഇതൊക്കെ നമുക്ക് എക്സാം പോയിന്റിൽ കുറച്ചും കൂടിയും പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചും കൂടിയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില സെക്ഷൻസ് ആണ്. സെക്ഷൻ 13 പ്രൊട്ടക്ഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി, അതുപോലെ സെക്ഷൻ 4 സബ്സെക്ഷൻ 6 ഫോർഫീച്ചർ ഓഫ് ഗ്രാറ്റുവിറ്റി, അതുപോലെ തന്നെ സെക്ഷൻ 8 റിക്കവറി ഓഫ് ഗ്രാറ്റുവിറ്റി. ഈ ഒരു ടേം സ്റ്റഡി മെറ്റീരിയൽ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യണം. ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 13 പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റി ആരൊക്കെയാണോ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അർഹതപ്പെട്ട വ്യക്തിക്ക്. അത് ഒരു കോടതിയുടെ നടപടി വേറെ ആർക്കും നേടിയെടുക്കാൻ പറ്റില്ല. ആരൊക്കെ അർഹതപ്പെട്ടതാണോ ഗ്രാറ്റുവിറ്റി അത് അവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി സെക്ഷൻ 13. അതുപോലെ ഫോർഫീച്ചർ ഓഫ് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് കൊടുക്കേണ്ട ഒരു ലംസം എമൗണ്ടാണ് റിട്ടയർമെൻറ്റ്, അല്ലെങ്കിൽ ആ എംപ്ലോയി കണ്ടിന്യൂസ് 5 years വർക്ക് ചെയ്ത് ആ സ്ഥാപനം ലീവ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ലംസം പേയ്മെൻറ്റാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ എംപ്ലോയർക്ക് ആ എമൗണ്ട് കൊടുക്കാതിരിക്കും. അതായത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ അയാൾക്ക് ആ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചു വയ്ക്കാൻ പറ്റും. ചില സിറ്റുവേഷൻ ഉണ്ട്, വല്ല ഫ്രോഡോ അല്ലെങ്കിൽ വല്ല നെഗ്ലക്റ്റ്, വിൽഫുൾ നെഗ്ലക്റ്റോ അതുപോലെ ഏതെങ്കിലും മിസ്റെപ്രസെൻറ്റേഷനൊക്കെ കാണിച്ച് നമ്മുടെ സ്ഥാപനത്തിന് എന്തെങ്കിലുമൊക്കെ ലോസ് വരുത്തി അതുമൂലം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ വർക്കറെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അയാൾ നമ്മുടെ സ്ഥാപനത്തിന് വരുത്തി വെച്ച ലോസ് വരെ നമുക്ക് അയാളുടെ അല്ലെങ്കിൽ ആ ലോസ് നമുക്ക് അയാളുടെ ഗ്രാറ്റുവിറ്റി എമൗണ്ടിൽ നിന്നും ഈടാക്കാവുന്ന വെച്ചാൽ ആ ഗ്രാറ്റുവിറ്റിയോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഫോർഫീറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മീൻസ് എംപ്ലോയർക്ക് അത് ഫോർഫീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സെക്ഷൻ 4 സബ്സെക്ഷൻ 6 പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അതേപോലെ റിക്കവറി ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം ഗ്രാറ്റുവിറ്റി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതിലെ എംപ്ലോയിക്ക് നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. അത് എലിജിബിൾ ആയിട്ടുള്ള വർക്കർക്ക് കൊടുക്കേണ്ടതാണ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റവന്യൂ റിക്കവറി നടത്തിയിട്ട് നമുക്കത് ഈടാക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ലാൻഡ് റവന്യൂ റിക്കവറി ഒക്കെ ഉണ്ട്, അതുമാതിരി നമുക്ക് റിക്കവർ ചെയ്യാവുന്നതാണ്. എംപ്ലോയറുടെ ലാൻഡോ അങ്ങനത്തെ പ്രോപ്പർട്ടിയൊക്കെ എന്താ പറയുക പിടിച്ചെടുത്തുകൊണ്ട് നമുക്ക് ആ എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും. അതാണ് റിക്കവറി ഓഫ് ഗ്രാറ്റുവിറ്റി സെക്ഷൻ 8 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓവറോൾ ഒരു ഐഡിയ എന്താണ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.